ഡിയർ ഫ്രണ്ട്സ്, ഐ ആം എം എ റഷീദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് എമ്പതി, അതായത് സഹാനുഭൂതിയെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തും നമ്മുടെ നാട്ടിലും ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം. പക്ഷെ അത് നമ്മൾ കണ്ട് അയ്യോ പാവമെന്ന് പറഞ്ഞ് നമ്മൾ തിരിഞ്ഞടക്കുകയോ നമ്മുടെ കാര്യത്തിന് പോവുകയോ ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ചില ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ അറിയുകയും അവിടെ പോയിട്ട് അവരെ സഹായിക്കാനൊക്കെ തയ്യാറാകുകയും ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ സഹാനുഭൂതി എന്നൊക്കെ പറയുന്നത്. സഹാനുഭൂതിയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്, എമ്പതി ഈസ് അബൌട്ട് സീയിങ് തിങ്സ് ഫ്രം അനദർ പേഴ്സൺസ് പെർസ്പെക്റ്റീവ് ആൻഡ് പ്രൊവൈഡിങ് സപ്പോർട്ട് ആൻഡ് കംഫർട്ട് വെൻ നീഡഡ്. ആവശ്യമുള്ളപ്പോൾ ഒരാളുടെ പ്രശ്നങ്ങൾ അയാളുടെ വീക്ഷണകോണിലൂടെ അയാളെപ്പോലെ നമ്മൾ അറിയുകയും അവർക്ക് പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ടും സഹായവും ഒക്കെ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് സഹാനുഭൂതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സഹാനുഭൂതി ഉള്ള ആളുകൾക്കുണ്ടായിരിക്കുന്ന എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും? അവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അവരുടേതായിട്ടുള്ളൊരു വീക്ഷണത്തിൽ ആ വ്യക്തി അനുഭവിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവരുടെ ശരിക്കും മനസ്സിലാക്കാൻ ഒരു കഴിവുണ്ടായിരിക്കും. പ്രൊവൈഡിങ് കംഫർട്ട് ആൻഡ് അസിസ്റ്റൻസ് വെൻ നീഡഡ്. ആവശ്യമുള്ളപ്പോൾ അവർക്ക് സഹായവും സഹകരണവും ഒക്കെ ചെയ്തു കൊടുക്കാനും ഞങ്ങളുണ്ട് കൂടെയെന്ന് പറയാനുള്ളൊരു മനസ്സ് ഉണ്ടാകും. പിന്നെ ഇതുകൊണ്ട് നാട്ടിൽ സമൂഹത്തിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ പരസ്പര വിശ്വാസവും പരസ്പര ബന്ധങ്ങളൊക്കെ വർദ്ധിക്കുന്നു. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. അതുപോലെ മറ്റുള്ളവർക്കോടുള്ള അനുകമ്പ ഉള്ള ആളുകൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും ഒരു സമൂഹത്തിൽ നല്ല ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ എമ്പതി ഉള്ളവരായി തീരാൻ നമുക്ക് സാധിക്കട്ടെ. മറ്റുള്ള പ്രശ്നങ്ങൾ അറിയാനും കണ്ടറിയാനും ഒക്കെ ഉള്ള അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ന് പുതിയ തലമുറയിൽ ഇത് പ്രത്യേകിച്ചും നല്ല രീതിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് പ്രളയം ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തുണ്ടായ ഉരുൾപൊട്ടൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒരുപാട് യുവാക്കളും ഒരുപാട് ആളുകൾ അവിടെയൊക്കെ പോയി സഹായിക്കുകയും ഇവിടെ നിന്ന് പോകാൻ പറ്റാത്ത ആളുകൾ സഹായം വാഗ്ദാനം ചെയ്യുകയും എത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ എമ്പതിയുടെ വകുപ്പിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരാളായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.